പ്രിയേ, ഇവിടെ എല്ലാവർക്കും നിന്നെ ഇഷ്ടം. ഇഷ്ടം മാത്രം പോരാ, എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിട്ട് മാറാനും പറ്റണം. നിനക്ക് പറ്റും. ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. ഞാൻ എപ്പോഴും ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്നെ എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞൊരൊറ്റ ആളേ ഉള്ളൂ. അതെന്റെ ഏട്ടനാ. വരണെന്ന് എങ്ങനെ നിൽക്കുന്ന? ഇറങ്ങാം മുത്തശ്ശി. എന്നെന്നാ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. ഞാൻ ഭാഗ്യമുള്ള കുട്ടിയാ. ഏതോ പെരുവഴിയിൽ കിടന്ന എനിക്ക് അച്ഛനും അമ്മയും ഭാര്യയ്ക്കൊരു സ്നേഹം തന്നു. പിന്നെ നിങ്ങളെല്ലാവരും എല്ലാം കൊണ്ടും ഭാഗ്യം. ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് ദൈവം ശപിച്ചതായെന്ന്. അല്ല, ദൈവം അനുഗ്രഹിച്ചത് എന്നെ. എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ചത്. ഞാൻ ഇറങ്ങോ?
കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോവാനാണോ? എന്നാ ആരാ പറഞ്ഞേ? ഞാനിങ്ങി പോകും. ശരിക്കും? അതേമേ, ഏട്ടന് സ്വഭാവയില്ലേ? ഏട്ടൻ നടന്നു തുടങ്ങിയില്ലേ? പിന്നെന്തിനാ ഇനി ഞാനവിടെ? അല്ല, അച്ഛനവിടെ? ആ വാ, അച്ഛനകത്തുണ്ട്. ദേവേട്ടാ, അച്ഛാ, ജയിച്ചു അല്ലേ? കുറച്ചു മുമ്പേ വരുണിന്റെ അച്ഛനും മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു. എന്താ പറയാ, അവര് നന്ദി പറയാണോ കരയാണോന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് നീ ചെയ്ത പുണ്യത്തെക്കുറിച്ചാണ്. അച്ഛനല്ലേ ഭഗവാനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നത്? ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ച തോറ്റുപോയില്ലെന്ന് പറഞ്ഞു തന്നതും അച്ഛനല്ലേ? ഒക്കെ ആ ഭഗവാൻ ചെയ്തതാ. ഒരു കാര്യത്തില് അച്ഛന് വലിയ സമാധാനം തോന്നുന്നു. വരുണിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ മോളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ പ്രിയങ്കയുടെ ജീവിതത്തിന് ആ ഗുണമായിട്ട് വരിക. ഇനി അവൾ അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് അച്ഛന് ഉറപ്പായി. കണ്ടോ അമ്മേ, എന്റെ മോള് തിരിച്ചു വന്നു. എനിക്ക് കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കണിമംഗലത്തുകാര് പറയുന്നത് സൂര്യയുടെ അസുഖം മാറ്റിയത് വൈദ്യരല്ല, രാധിക മോളാന്ന്. ആ, വലിയ വലിയ ആളുകൾ അങ്ങനെ ചില മര്യാദകളൊക്കെ കാണിക്കും. അത് കേട്ടിട്ട് ഇവിടെ ആരും തുള്ളാനൊന്നും നിൽക്കണ്ട. അല്ല, എന്നിട്ട് എന്താ ഇഞ്ഞു പോന്നത്? കണിമംഗലത്ത് സുഖം പിടിച്ച് നിൽക്കല്ലായിരുന്നോ? എന്താ അമ്മേ ഇത്? മോള് വന്നു കയറിയപ്പോ തന്നെ തുടങ്ങി വരാന്നു. എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? അനിയത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടിൽ ചെന്ന് നിൽക്കുക. അത് 1-2 ദിവസമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, മാസക്കണക്കിന്. ഇന്ന് നല്ലത് പറയുന്നവര് നാളെ അതിന്റെ കണക്കും പറയും. അങ്ങനെയൊന്നും ഇല്ലമ്മേ, അവിടെ ആരാ അങ്ങനെയൊക്കെ പറയാൻ? കുടുംബ ബന്ധങ്ങളുടെ കാര്യമൊന്നും നിനക്ക് അറിഞ്ഞൂടാ യശോദേ. എല്ലാവരുടെ നാവും നാമം ജപിക്കാൻ വേണ്ടിയല്ല. ദേവ, എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഐശ്വര്യദേവതയുടെ കാര്യം കൊണ്ട് അവിടെ ഒരാൾ എഴുന്നേറ്റ് നടന്നില്ലേ എന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഈ മോളെ അങ്ങോട്ട് സർക്കിട്ടിന് വിടണ്ട. വേറെ ഒന്നും കൊണ്ടല്ല. പണ്ട് പെരുവഴിയിൽ ഇവളെ ആരോ കൊണ്ട് കിടത്തിയതുപോലെ ഇവളൊരു സ്ഥലത്ത് വേറെ ഒരെണ്ണത്തിനെ കൊണ്ടുപോയി കിടത്തരുതല്ലോ. എന്താ അപശകുനം പിടിച്ച് വർത്തമാനം അമ്മ ഈ പറയുന്നത്? കുറച്ചു നാള് മോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അത്രയും നാള് പറയാൻ പറ്റിരുന്നൊക്കെ അവള് വന്നു കയറിയപ്പോ തന്നെ പറയണമെന്നുണ്ടോ അമ്മയ്ക്ക്? അമ്മ ഇപ്പൊ ഒന്ന് അകത്ത് കയറി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞെന്നിരിക്കും. എന്ത് കഷ്ടം ഇത്! സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ലോകം മുഴുവൻ നന്നാവുന്നില്ല മോളെ. നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനായി ചിലരൊക്കെ ഇങ്ങനെ അവശേഷിക്കും. അതൊന്നും എന്റെ മോളെ കാര്യാക്കണ്ട. യശോദേ, കുറേ ദിവസം എന്റെ മോൾ ഇവിടെ ഇല്ലാതിരുന്നതാ. എന്റെ കുട്ടിക്ക് എന്താന്ന് വെച്ചാ ചോദിച്ചിട്ടുണ്ടാക്കി കൊടുക്ക്. ഇനിയിപ്പോ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കുകയും ചെയ്യാം. അച്ഛാ, അച്ഛനിപ്പോ തൽക്കാലം ഒരിടത്തേക്കും പോണ്ട. ഇവിടെ അമ്മ എന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ അതെടുത്ത് കഴിച്ചോളാം. എനിക്ക് രണ്ടാളുടെയും കൂടെ കുറച്ചു നേരം ഇരിക്കണം, സംസാരിക്കണം. അതിനെ എനിക്കിപ്പോ കൊതിയുള്ളൂ. അച്ഛന്റെ അഭിമാനവും അഹങ്കാരവും ഒക്കെയാണ് എന്റെ മോൾ.
എന്ത് വൃത്തിയാണ് നീ കാണിക്കുന്നത്? എന്റെ ദേഹത്തോട്ടാണല്ലോ. കൊല്ല്, കഴുത്ത് ഞെരിച്ച് കൊല്ലെന്നെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ചത്തോളാം. ഓ, ഈ വീടിനകത്ത് എവിടെയെങ്കിലും ഞാൻ ചത്ത് മലിച്ച് കിടന്നാലേ അപ്പോഴെങ്കിലും കണിമംഗലത്തുകാരറിയുമല്ലോ നിങ്ങളുടെ തനി സ്വഭാവം. വീട്ടിൽ വന്ന് ആലോചിച്ച് കല്യാണം ഉറപ്പിച്ച് കൊണ്ടുവന്ന പെണ്ണിനെ കണിമംഗലത്തിട്ട് പീഡിപ്പിച്ച് കൊന്നു എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ല മതിപ്പായിരിക്കും. ഇനി നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കില്ല, ഞാനത് ചെയ്യും. എടി, നമ്മൾ തമ്മിലുള്ള കരാർ തെറ്റിക്കാൻ നോക്കുന്നത് നീയാ. എന്ത് കരാറ്? എനിക്കിനി ഒരു കരാറിന്റെ കാര്യവും കേക്കണ്ട. എന്നെ വേദനിപ്പിച്ച തിരിച്ച് അതുപോലെ വേദനിപ്പിക്കാൻ എനിക്കും അറിയാം. അത് നിങ്ങളെ മാത്രല്ല, ഈ കുടുംബത്തെ മുഴുവൻ. പ്രിയങ്കയെ സങ്കടപ്പെടുത്തരുതെന്ന് രാധിക കൂടെ കൂടെ പറയാറുണ്ട്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ രാധികയ്ക്ക് സഹിക്കില്ല. തനിക്കെന്താ വേണ്ട? ഒരിക്കൽ പറഞ്ഞുറപ്പിച്ച ഡീലും അതിന്റെ കരാറും ഒക്കെ ഞാനങ്ങ് മറക്കാം. എന്റെ ജീവിതത്തിൽ നിന്ന് മാന്യമായിട്ട് ഒഴിഞ്ഞു പോവാൻ, ഞാനുമായിട്ടുള്ള ഡിവോഴ്സിനെ സമ്മതിക്കാൻ എന്താ തനിക്ക് വേണ്ടത്? കണിമംഗലത്തിന്റെ സമ്പത്തിനെ അല്ലാതെ താൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ ഉൾക്കൊള്ളാൻ തനിക്കോട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് മാന്യമായിട്ട് പിരിയാം, പ്ലീസ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമയിലെ നായികയാവാന്നുള്ളതാ. വരുൺ എനിക്ക് തന്ന പണം മുഴുവനും ഞാൻ അതിനു വേണ്ടി മുടക്കി. പക്ഷെ എന്റെ കൂടെ നിന്നവർ എന്നെ ചതിച്ചു. എന്റെ ആഗ്രഹം നടക്കണം. എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു നടിയാവണം. അത് നടത്തി തരാമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോവാം, മാന്യമായിട്ട്. ഒരിക്കലേ ഞാൻ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ നീ അത് തെറ്റിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഒരു ഉറപ്പെനിക്ക് തരാൻ പറ്റുമോ? ഉണ്ടാവില്ല, വാക്ക്. ശരി, അതിനുള്ള മാർഗം ഞാൻ നോക്കാം. പക്ഷെ താൻ അഭിനയിക്കണമെങ്കിൽ അച്ഛൻ്റെ സമ്മതം കൂടി കിട്ടണ്ടേ? അത് ഞാൻ വാങ്ങിച്ചെടുത്തോളാം. ഞാൻ അഭിനയിക്കുന്നതിന് വരുണിന് എതിർപ്പില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. എങ്ങനെയാ? എന്തായാലും കൂട്ടത്തിൽ നിന്ന് തന്നെ പറ്റിച്ച കുറേ ആളുകളുണ്ടല്ലോ, അതുപോലെയല്ല. ഞാനിത് ഏറ്റെടുത്താലേ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച സംവിധായകൻ ചെയ്യുന്ന ചിത്രത്തിൽ തന്നെ താൻ അഭിനയിക്കും. ബിക്കോസ് ഞാൻ പരിശ്രമിക്കുന്നത് തൻ്റെ ജീവിതത്തിന് വേണ്ടിയല്ല, എൻ്റെ ജീവിതത്തിന് വേണ്ടി. അവിടെ ഞാൻ സിൻസിയർ ആയിരിക്കും. ശരി, താൻ മനസ്സുകൊണ്ട് തയ്യാറായിക്കൂ. സിനിമയിൽ നായികയാവാനും നമ്മൾ തമ്മിൽ പിരിയാനും. എന്നെ ഒഴിവാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടും എന്നെ നിങ്ങളൊരു നായികയാക്കുമെന്ന് എനിക്കറിയാം. ആദ്യം അത് നടക്കട്ടെ. എന്നാലും ഞാൻ ഈ കണിമംഗലത്ത് തന്നെ ഉണ്ടാവും. കണിമംഗലത്തിന്റെ അവകാശിയായി തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും.
അമൃതേട്ടത്തി, എന്ത് രസമായിട്ടല്ലേ മോള് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കല്ല, ഒരു മോശം വാക്ക് പോലും പറയില്ല. അമ്മയുടെ മോളല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ അതൊക്കെ ഉണ്ടാവുക? പ്രോഗ്രാമിന് ഇനി അധികം ദിവസമില്ല, എല്ലാം ഓക്കെ ആവുമല്ലോ അല്ലേ? രാധിക, ഇങ്ങോട്ടൊന്ന് വന്നേ. ആ, നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തു, ഞാനിപ്പോ വരാം. എന്തിനാ മോളെ വിളിച്ചത്? എന്താ മാഡം? പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുട്ടികളെല്ലാം പഠിച്ചു മാഡം. ഇനി കുറച്ചുകൂടി പ്രാക്ടീസ് കിട്ടുകയാണെങ്കിൽ അവരൊക്കെ ആവും. രാധിക കോൺഫിഡന്റ് അല്ലേ? തീർച്ചയായിട്ടും. കേട്ടല്ലോ, ഇപ്പൊ സമാധാനായില്ലേ? ഒന്നുമില്ല മോളെ, പ്രോഗ്രാമിന്റെ ദിവസം അടുത്തടുത്ത് വരുംതോറും എന്റെ ടെൻഷൻ കൂടിക്കൂടി വരുന്നു. അത് കൊള്ളാം. ഒരു ടെൻഷനില്ല തുടങ്ങിക്കോന്ന് പറഞ്ഞിട്ട് മാഡം ടെൻഷനായി ഞാനും കൈവിട്ട് പോവേ. കുഴപ്പമൊന്നുമില്ല, മോള് പോയി പ്രാക്ടീസ് ചെയ്യ. ചെല്ല. അമ്മേ, മോള് കൂടെയുള്ളപ്പോ അമ്മ വീണു പോവില്ല. മോളിപ്പോ എല്ലായ്പ്പോഴും അമ്മയെന്ന് തന്നെയാ വിളിക്കുന്നത്. വിളിക്കട്ടെ. എന്നിട്ട് ഞാൻ തന്നെയാണ് അമ്മയെന്ന് ഒരു ദിവസം അവൾ അറിയുമ്പോ എന്ത് സന്തോഷമായിരിക്കും എന്റെ കുഞ്ഞിന്. അല്ലേ ഏട്ടത്തി? സത്യം പറയാലോ, ഞാൻ ആ നിമിഷത്തിനാ കാത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് എനിക്ക് ഒന്ന് കണ്ണു നിറച്ച് കണ്ടാ മതി. സാറിന് കുഴപ്പമെന്ന് ഞാൻ കരുതിയത്. ഇന്ദ്രജിത്ത് മേനോൻ. ആ, ഇരിക്കേ. സാർ, ഞാൻ സാറിന്റെ ഒരു വലിയ ആരാധികയാ. ഓ, താങ്ക് യു. സാറിന്റെ എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോ ഇന്ദ്രജിത്ത് മേനോൻ ഞങ്ങളുടെ ഇടയിൽ വലിയൊരു ടോക്ക് തന്നെയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴേ തൻ്റെ അടുത്തേക്കാ കൊണ്ടുവരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. ആ, പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇത് പ്രിയങ്ക. ഓ വരുണിന്റെ വൈഫാ. ഓ, അത് ശരി. വിവാഹത്തിന് വരുൺ ഇൻവിറ്റേഷൻ അയച്ചിരുന്നു. ആ, അന്ന് കൃത്യമായിട്ട് മുങ്ങിയല്ലോ നീ. മുങ്ങിയതൊന്നും അല്ലടാ. അന്ന് ഹൈദരാബാദിൽ പടത്തിന്റെ ഷെഡ്യൂൾ നടക്കുമായിരുന്നു. ആ, ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞത്. എൻ്റെ തിരക്കൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ഓക്കെ. അല്ല, ഇപ്പൊ ഈ സർപ്രൈസ് ആയിട്ട് എന്താ വന്നത്? എന്തോ ഗൗരവമായിട്ട് പറയാനുണ്ടെന്നാണല്ലോ പറഞ്ഞിരുന്നത്.